നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു. എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന, നല്ല ഒരു ബൗദ്ധിക പശ്ചാത്തലമുള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അല്ല, അവര് ജി സുധാകരനെ പോലുള്ള ഇത്രയും സമുന്നതനായ ഒരു നേതാവിനെതിരെ ഞങ്ങളെല്ലാവരും അടക്കം കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി, സ്വന്തം പാർട്ടിയിലെ രാഷ്ട്രീയ നേതാവിനെതിരായി സൈബർ ആക്രമണം നടത്തുന്ന ഒരു പാർട്ടിയായി CPM അധപതിച്ചല്ലോ. ഞങ്ങളെല്ലാം വളരെ ബഹുമാനത്തോടു കൂടിയും ആദരവോടുകൂടി നോക്കിക്കാണുന്നത്. ഞാൻ ഇപ്പോഴത്തെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലല്ല പറയുന്നത്. അതൊരു നീതിമാനായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പൈസ കൊടുക്കുന്നത് 140 നിയോജകമണ്ഡലത്തിലും ഒരുപോലെയായിരുന്നു. ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നിയമസഭയിൽ. ഞാനൊന്ന് പ്രതിപക്ഷത്തിരുന്ന് മന്ത്രിമാരെയൊക്കെ വിമർശിക്കുന്ന കാലത്ത് ഈ മനുഷ്യനെ ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട്. 140 നിയോജകമണ്ഡലത്തിലേക്ക് ഒരുപോലെ കൊടുക്കും പൈസ, ഒരുപോലെ. ഒരു നീതിമാനായ ഒരു ഭരണകർത്താവായിരുന്നു. എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന, നല്ല ഒരു ബൗദ്ധിക പശ്ചാത്തലമുള്ള, എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ആളെ പോലും വെച്ചേക്കില്ല. കാരണം ആൾ മറ്റേ സൈക്കോ ഫാൻസിന്റെ കൂടെയില്ല, വിദൂഷകരുടെ കൂട്ടത്തിലല്ല ജി സുധാകരൻ. വിദൂഷകരെ മാത്രമാണ്, രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർക്ക് മാത്രമാണ് ഇപ്പൊ കാര്യമുള്ളത്, അല്ലേ? അല്ലാതെ ഉള്ള മാന്യരായ ആളുകൾക്ക് CPM-ൽ പോലും സാധനമില്ല. പിന്നെയാണ് ഞങ്ങളുടെയൊക്കെ സ്ഥിതി. പുറത്ത് നിൽക്കുന്ന ആളുകളെ, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളെയൊക്കെ എങ്ങനെയാണ് ഇവർ പറയാതിരിക്കുക? അല്ലല്ല, അങ്ങനെയൊന്നും ഞാൻ അദ്ദേഹത്തെ ഒന്നും അങ്ങനെ കാണുന്ന ഒരാളല്ല. അദ്ദേഹത്തെ അപമാനിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചെയ്താലും ഞാൻ വിളിച്ചു പറയും, നീ ചെയ്തത് ഡിലീറ്റ് ചെയ്യണം, അദ്ദേഹത്തെക്കുറിച്ച് അപവാദം പറയരുതെന്ന് പറയും ഞാൻ. കാരണം അത് നമ്മുടെ ഉള്ളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ എന്നും ബഹുമാനത്തോട് നോക്കി കാണുന്ന ആളാണ്. ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു പാല ഉദ്ഘാടനത്തിന് വന്നപ്പോഴും ഞാൻ പരസ്യമായി പ്രസംഗിച്ചു, എൻ്റെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്. അത് അങ്ങനെയൊക്കെ അദ്ദേഹത്തെ പോലെയൊക്കെ ഇത്രയും സമുന്നതനായ ഒരു നേതാവിനെയൊക്കെയാണ് ഇവർ ഈ ആളുകളെ വെച്ചുകൊണ്ട്, ഇതുപോലത്തെ ഈ കൂലിപ്പട്ടാളത്തെ വെച്ചുകൊണ്ട് അപമാനിക്കുന്നത്. അതിൽ നിന്ന് അവർ പിന്തിരിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.